ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇത്രയും പേരെ കാണുമ്പോൾ തന്നെ ഇത്രയും പാക്കേജുകളൊക്കെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും. ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടിയിട്ട് ഒരു ചെറിയൊരു യാത്ര പോവുകയാണ്. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. വണ്ടി കൃത്യം 2:30 വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പോകുന്നത് ഷൊർണൂർക്കാണ് കേട്ടോ. അവിടെ നിന്നാണ് ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിൻ ഉള്ളത്. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അമ്മയെ കാണാൻ പോവാണ് കേട്ടോ. നമ്മുടെ സാക്ഷാൽ മൂകാംബികാ ദേവി ക്ഷേത്രത്തിലേക്കാണ് ഈ ഒരു യാത്ര. നട്ടുച്ച സമയമായ കാരണം നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ പെട്ടികളും സാധനങ്ങളൊക്കെ വണ്ടിയിലേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കയറുക പോവുക മാത്രമേ വേണ്ടുള്ളൂ കേട്ടോ. വീഡിയോ എടുക്കുന്നത് കൊണ്ട് എനിക്ക് ആദ്യം പോയിട്ട് സീറ്റ് പിടിക്കാൻ പറ്റിയില്ല. പിന്നെ ഈ വീഡിയോ കുറേ ദിവസമായി എൻ്റെ ഗാലറിയിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ. ഓണത്തിന് ഞങ്ങൾ എല്ലാവരും കൂടി നാട്ടിൽ കൂടിയപ്പോൾ അപ്പോൾ പോയതാണ് ഈ ഒരു യാത്ര. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. 3 മണിക്കാണ് ഞങ്ങളുടെ ട്രെയിന്. കൃത്യസമയത്ത് തന്നെ ഞങ്ങൾ എല്ലാവരും റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി ട്രെയിന് കൃത്യസമയത്ത് എത്തുമെന്ന് മാത്രം നോക്കിയാൽ മതി. എല്ലാവരും പെട്ടിയും സാധനങ്ങളും പുറത്തു വയ്ക്കാനുള്ള തിരക്കിലായപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനുള്ള തിരക്കിലും ആയിപ്പോയി. അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ പെട്ടി സാധനങ്ങൾ എടുത്തിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടോ. അധികം താമസിക്കാതെ തന്നെ നമ്മുടെ ട്രെയിൻ വന്നു കേട്ടോ. ഏകദേശം കറക്റ്റ് ടൈമിൽ തന്നെയാണ് ട്രെയിൻ എത്തിയത്. കറക്റ്റ് സ്പേസിൽ നിന്ന കാരണം നമുക്കധികം ട്രെയിൻ വന്നപ്പോൾ ഓടേണ്ട അവസ്ഥ വന്നില്ല. വേഗം തന്നെ ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് എല്ലാവർക്കും കയറാൻ പറ്റി. എല്ലാവരുടെയും സാധനങ്ങളും ഒക്കെ ഉള്ള കാരണം എല്ലാവർക്കും കയറാനൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. ഇത്രയും പേരുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ ചിലതൊക്കെ വെവ്വേറെ ബോഗികൾ, 2-3 സീറ്റൊക്കെ വെവ്വേറെ ബോഗികളായി. എന്നാലും നമുക്ക് കുഴപ്പമില്ലാതെ എല്ലാവരെയും അടുത്തടുത്ത് തന്നെ കിട്ടാൻ പറ്റുകയും ചെയ്തു കേട്ടോ. പിന്നെ ഈ യാത്ര പോവാൻ ഒരു റീസൺ ഉണ്ട് കേട്ടോ. നമ്മുടെ ത്രേതക്കുട്ടീനെ എഴുത്തിനിരുത്താനാണ് ഈ യാത്ര നമ്മൾ പോകുന്നത്. ഇപ്പോൾ നല്ല രാത്രിയായിട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ രാത്രി കഴിക്കാനുള്ള ഫുഡ് കൊണ്ടിട്ടാണ് വന്നത്. അതൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുക്കുമ്പോഴേക്കും നമ്മൾ ഇറങ്ങേണ്ട സ്റ്റേഷനെത്തും. അങ്ങനെ ഞങ്ങളിപ്പോൾ ബൈൻഡൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടുന്ന് ഇനി നേരെ ഹോട്ടലിലേക്കാണ്. മുന്നേ തന്നെ ഞങ്ങൾ ഹോട്ടലിലേക്ക് പോകാനും അവിടെയൊക്കെ യാത്ര ചെയ്യാനും വേണ്ടിയിട്ട് ഒരു വണ്ടി മുന്നേ തന്നെ ബുക്ക് ചെയ്തിരുന്നു. മൂകാംബിക ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തിരുന്നത്. നമ്മൾ നേരെ ഹോട്ടലിലെത്തിയിട്ട് കുറച്ച് നേരം ഉറങ്ങി എഴുന്നേറ്റിട്ടാണ് പിന്നീട് മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോവാൻ റെഡി ആയത് കേട്ടോ. ഞങ്ങൾ റൂം എടുത്തത് നന്ദനം റെസിഡൻസി എന്ന് പറയുന്ന ഹോട്ടലിലാണ് കേട്ടോ. ഇവിടെ നോൺ AC അവൈലബിൾ ആണ്. അത്യാവശ്യം സൗകര്യമുള്ള റൂമുകളാണ് കേട്ടോ നമുക്കിവിടെ കിട്ടിയത്. പിന്നെ ഇതൊരു മലയാളി നടത്തുന്ന ഹോട്ടലും കൂടിയാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും രാവിലെ നേരത്തെ എണീറ്റ് റെഡിയായി. ഹോട്ടലിൽ നിന്ന് നമുക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ ക്ഷേത്രത്തിലേക്ക്. അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും റെഡിയായിട്ട് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. പണ്ടുള്ളവരും ഇപ്പോൾ ഉള്ളവരും അങ്ങനെ എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരു കാര്യം പറയാറുണ്ട്. മൂകാംബിക ദേവി ആഗ്രഹിച്ചാൽ മാത്രമേ നമുക്ക് അമ്പലത്തിലേക്ക് വരാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയതിന് വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. ആദ്യം ഞങ്ങൾ ത്രേതക്കുട്ടീനെ എഴുത്തിനിരുത്താനാണ് പോകുന്നത്. പ്രതീക്ഷിച്ച അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായില്ല കേട്ടോ. സ്കൂള് തുറന്ന സമയമായതുകൊണ്ടായിരിക്കാം അധികം തിരക്കൊന്നും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടില്ല. ആദ്യം നമ്മൾ എഴുത്തിനിരിക്കാനാണ് പോകുന്നത്. എന്നിട്ടാണ് എല്ലാവരും കൂടിയിട്ട് ഉള്ളിൽ തൊഴുന്നുള്ളൂ. ടോക്കൺ എടുത്തിട്ട് വേണം മണ്ഡപത്തിൽ വന്ന് ഇരിക്കാൻ. ആദ്യം അരിയിലും പിന്നെ നാവിൽ സ്വർണം കൊണ്ടാണ് കേട്ടോ നമ്മൾ എഴുതുക. ഇതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്.
അധികം തിരക്കില്ലെങ്കിലും എഴുത്തിനിരിക്കാൻ ധാരാളം കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വന്നപ്പോൾ എനിക്ക് നാട്ടിലുള്ള ഒരു അമ്പലത്തിൽ തൊഴാൻ വന്ന മാതിരി കേട്ടോ തോന്നിയത്. കാരണം നമ്പൂതിരിമാരടക്കം നല്ല തനി മലയാളമാണ് നമ്മളോട് പറയുന്നത്. പിന്നെ ചുറ്റുമുള്ളവരെല്ലാവരും മലയാളികളായിരുന്നു. അങ്ങനെ എഴുത്തിനിരിക്കാനുള്ള ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് തൊഴാൻ പോവാം. ഇപ്പോൾ ഉണ്ടല്ലോ അമ്പലത്തിൻ്റെ ഉള്ളിലുള്ള ദർശനം നിർത്തി വെച്ചിട്ട് ശീവേലി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വാദ്യമേളങ്ങളോടുകൂടി ഭഗവതിയെ ശ്രീകോവിൽ നിന്ന് എഴുന്നള്ളിപ്പിക്കുകയും മേൽശാന്തി ആ വിഗ്രഹം തലയിലേന്തിയിട്ട് 3 പ്രാവശ്യം പ്രദക്ഷിണം വെക്കുകയാണ് കേട്ടോ ചെയ്യണത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി ദേവിയെ തൊഴുത് പ്രാർത്ഥിച്ച ശേഷം അമ്പലത്തിൽ നിന്ന് തന്നെ അന്നദാനം കഴിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. അമ്പലത്തിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ ധാരാളം കച്ചവടക്കാരുണ്ടായിരുന്നു. എന്തായാലും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.